തൃശൂർ പൂരം കലക്കലിൽ ADGPക്കെതിരെ മൊഴി നൽകി മന്ത്രി കെ രാജൻ. പൂരം കലക്കിയത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഗൂഢാലോചനയ്ക്ക് സഹായിക്കുന്ന തരത്തിലായിരുന്നു പോലീസിന്റെ സമീപനം. പലതവണ വിളിച്ചിട്ടും അജിത് കുമാർ ഫോൺ എടുത്തില്ലെന്നും മന്ത്രിയുടെ മൊഴി. DIG തോംസൺ ജോസിന്റെ നേതൃത്വത്തിൽ ഇന്നലെ രാത്രി തിരുവനന്തപുരത്ത് വെച്ചാണ് മൊഴി രേഖപ്പെടുത്തിയത്. വിവരങ്ങൾ നൽകാൻ VS അനു തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. അനു, മന്ത്രി മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ്. നേരത്തെ അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയും ഇത് തന്നെയായിരുന്നു അല്ലേ? തീർച്ചയായും ഈ തൃശ്ശൂർ പൂരം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ 2024 നടന്നത് ഒരുപക്ഷെ ഏറ്റവും അധികം ബാധിച്ച ഒരു രാഷ്ട്രീയ പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ അത് CPI ആണ്. കാരണം അവിടെ ഏറ്റവും കൂടുതൽ വിജയസാധ്യത കൽപ്പിച്ചിരുന്ന അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് VS സുനിൽകുമാറിൻ്റെ പരാജയത്തിലേക്ക് വഴിവെച്ചതും അതുകൂടാതെ തൃശ്ശൂരിൽ ആദ്യമായി കേരളത്തിൽ നിന്ന് ഒരു സീറ്റിൽ MP ആയി സുരേഷ് ഗോപി പോകാൻ ഇടയായതും ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും പ്രശ്നങ്ങളുമാണ് എന്നുള്ള സമീപനമാണ് CPIക്കുള്ളത്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടം മുതൽ ഇക്കാര്യത്തിൽ കടുത്ത നിലപാട്, ഉറച്ച നിലപാട് എടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് CPI. അതിലെ മന്ത്രിമാർ, അതിലെ മറ്റ് നേതാക്കൾ. ഇന്നലെ രാത്രിയോടുകൂടിയാണ് മന്ത്രി കെ രാജൻ്റെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. ഇതിൽ ഗൂഢാലോചന ഉൾപ്പെടെ അന്വേഷിക്കുന്ന ADGP H വെങ്കടേഷിൻ്റെ സംഘത്തിലുള്ള തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ DIG തോംസൺ ജോസാണ് ഈ അദ്ദേഹത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ മൊഴിയിൽ കൃത്യമായി രാജൻ ചില കാര്യങ്ങൾ പറയുന്നു. പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടാനുള്ള ശ്രമങ്ങൾ നടക്കുന്ന കാര്യം ADGP ആയിട്ടുള്ള ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിട്ടുള്ള MR അജിത് കുമാറിനെ അറിയിച്ചിരുന്നു. മാത്രമല്ല ഇക്കാര്യത്തിൽ പുറത്തു നിന്നൊരു ഗൂഢാലോചന സംശയമുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല ഇതിലേറ്റവും പ്രധാനം താൻ ഇങ്ങനൊരു പ്രശ്നം നടക്കുന്ന കാര്യം ADGP MR അജിത് കുമാറിനെ വിളിച്ചു പറയാൻ വേണ്ടി അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം ഫോൺ എടുത്തില്ല എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കുറ്റപ്പെടുത്തൽ ഇക്കാര്യത്തിലുണ്ട്. മാത്രമല്ല പോലീസിൻ്റെ ഒരു തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട പോലീസിന്റെ ഇടപെടൽ പ്രശ്നങ്ങളെ കൂടുതൽ സങ്കീർണമാക്കി എന്നുള്ള കുറ്റപ്പെടുത്തലും ഈ മൊഴിയിൽ കെ രാജൻ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും കെ രാജൻ ആദ്യഘട്ടം മുതൽ തന്നെ ഇക്കാര്യങ്ങൾ പറയുന്നു. നമുക്കറിയാം ഇന്ന് കഴിഞ്ഞ ദിവസമാണ് മുൻ സംസ്ഥാന പോലീസ് മേധാവിയായിട്ടുള്ള ഷേഖ് ദർബേ സാഹിബ് സമർപ്പിച്ച റിപ്പോർട്ടിൽ ADGP MR അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന് ആഭ്യന്തര സെക്രട്ടറി ബിശ്വാസ് സിൻഹ കുറിപ്പെഴുതുകയും അത് മുഖ്യമന്ത്രിക്ക് നൽകുകയും ചെയ്തത്. അതിന് പിന്നാലെയാണ് ഈ ത്രിതല അന്വേഷണത്തിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഗൂഢാലോചന അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായി മന്ത്രി കെ രാജൻ്റെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയുടെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. ശരി, അപ്പോൾ മന്ത്രി ഉറച്ചു നിൽക്കുകയാണ്. അജിത് കുമാർ പലതവണ വിളിച്ചിട്ടും ഫോൺ എടുത്തിട്ടില്ല. പൂരം അലങ്കോലമാക്കുന്നതിൻ്റെ ഗൂഢാലോചനയെ സഹായിക്കുന്ന വിധത്തിൽ പോലീസ് പെരുമാറി എന്നുള്ള അദ്ദേഹത്തിൻ്റെ മുൻമൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് റവന്യൂ മന്ത്രി കെ രാജൻ. VS അനുവാണ് വിവരങ്ങൾ നൽകിയത്.